ഇവനെ കെട്ടിയിടുന്നതിന് മുമ്പായി എവിടെ നിങ്ങളുടെ രാജകുമാരി പത്മിനി? അവളെയും കൊണ്ടുവന്ന് കെട്ടിയിട്. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യും. എന്നിട്ട് അവരുടെ ശിക്ഷയൊക്കെ. എത്ര അഹങ്കാരമുണ്ടായിട്ടാ നിനക്ക് ഈ വീട്ടിൽ കയറുമെന്ന് പത്മിനി മോളെ കെട്ടിയിടണമെന്ന് പറയുന്നത്? നിന്നെ ഉണ്ടല്ലോ. വിടോ, തെറ്റ് ചെയ്ത് നിങ്ങളുടെ പത്മിനി മാത്രമാണ്. ഇവൻ അവളുടെ റൂമിലേക്ക് പോയതല്ല. അവൾ വരാൻ പറഞ്ഞിട്ട് ഇവൻ ചെന്നത്. വേലക്കാരി വന്നത് കണ്ടതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒച്ച ആളെ കൂട്ടിയിട്ട് കുറ്റം ഇവന്റെ തല കെട്ടിവെച്ചത് അവള്. ചന്ദ്രു, ഇനി അതിനെ കുറിച്ച് എന്തിനാ പറയുന്നത്? ഇങ്ങോട്ട് വന്നു. ചുമ്മാരിക്കടാ. ഇത്രയും നാളും നിന്നോട് അവൾക്ക് ഉണ്ടായിരുന്നത് കാമമാണോ സ്നേഹമാണോ എന്ന് എനിക്കറിയണം. നിർത്തണം. അവരെ ശിക്ഷിക്കുന്നത് പിന്നീടാവാം. ആദ്യം പത്മിനിയോടൊന്ന് വരാൻ പറ. എടാ, ഈ യൂസ്ലെസ് ഫെലോ പറയുന്നത് കേട്ട് നീ എന്റെ മോളെ സംശയിക്കോ? അവള് നിന്റെ മോള് മാത്രമല്ല, ഞങ്ങളുടെയും കൂടെ മോളാ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മോളെ പറ്റി എന്ത് അനാവശ്യമാ അവന്മാര് പറഞ്ഞത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ കടമ. പത്മിനിയോട് വരാൻ പറ. മോളെ, ഇന്നലെ രാത്രി നിന്റെ ബെഡ്റൂമിൽ വന്നത് ഇവനാണോ? അതെ. ഇവൻ എന്തിനാണ് വന്നത്? അറിയില്ല. അറിയില്ലെന്നോ? നീ പറഞ്ഞിട്ടല്ലേ അവൻ നിന്റെ ബെഡ്റൂമിലേക്ക് വന്നത്? ഞാൻ വരാൻ പറഞ്ഞെന്നോ? ഞാൻ എന്തിനു വരാൻ പറയണം? ഞാൻ ആരോടും മുറിയിൽ വരാൻ പറഞ്ഞില്ല. ഇവൻ പറയുന്ന ഒക്കെ നുണയാ. നുണ പറയുന്നത് ഞാനാണോ അതോ നീയാണോ? നീ ഷോക്ക് അടിച്ച് താഴെ വീണ് കിടന്നപ്പോ നിനക്ക് ഇവന്റെ ശ്വാസം നൽകി നിന്നെ അവൻ രക്ഷിച്ചില്ലേ? അതും നുണയാണോ? അന്ന് ഇവനെ എല്ലാരും ചേർന്ന് അടിച്ചപ്പോ നീ തന്നെ ഇവനോട് മാപ്പ് ചോദിച്ച് അവനോട് കൂടെ താമസിക്കാൻ പറഞ്ഞില്ലേ? അതും നുണയാണോ? ഇവനോട് പാടാനും ആടാനും പറഞ്ഞിട്ട് നീയും കൂടെ ചേർന്ന് ആടി പാടിയില്ലേ? ഇതൊക്കെ നുണയാണോ? ശരി, അത് വിട്ടരെ. ഈ മോതിരം ഇതാരുടെയാ? ഈ മോതിരം നിന്റെ അല്ലേ? പറ, ഇതെങ്ങനെയാണ് ഇവന്റെ കയ്യിൽ വന്നത്? പറ, എല്ലാവരുടെ മുമ്പ് സത്യം ചെയ്ത് പറ, നീയല്ല കൊടുത്തെന്ന്. നിന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ ഇത് നീ അവന് കൊടുത്തത്. അവനോട് സ്നേഹമുള്ളതുപോലെ അഭിനയിച്ച് ഇവളുടെ പുറകെ ഒരു നായെ പോലെ അവനെ അലയിച്ചു. ഇപ്പോ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഒന്നും അറിയാത്തവളെ പോലെ നടിക്കുകയാണ്. ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല. മറ്റൊരുത്തിന്റെ ഭാര്യയാവും പോവാണെന്ന് അറിഞ്ഞിട്ടും അന്ന് രാത്രി അവിടെ ബെഡ്റൂമിലേക്ക് വരാൻ പറഞ്ഞ ഒരു ചീപ്പ്. യെസ്, യു ആർ. വേണ്ട വേണ്ട, ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയണ്ട. ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ, അത് ഞങ്ങൾ ചെയ്ത പുണ്യവാ. ഇവരുടെ വാക്ക് കേട്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. ചിറ്റപ്പ, വേണ്ട. അവരോട് പോകാൻ പറയും. കണ്ടില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുണ്ടോ? നിർത്തിക്കോ. ഇനി ഒരൊറ്റ വാക്ക് പോലും എന്നെ പറ്റി പറയാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. ഇവിടുന്ന് പുറത്തു കിടക്ക്. പത്മിനി, ആരും ഒന്നും പറയണ്ട. ഗെറ്റ് ഔട്ട്. I say get out. എനിക്ക് മതിയായടാ. ഇതിനേക്കാളും വലിയൊരു ബഹുമാനം നിനക്ക് തരാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത്ര ശരിയല്ല. വാ, പോകാം. ഞാൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇയാളോട് മാത്രം ഞാനത് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതാ ഞാൻ ചെയ്ത വലിയ തെറ്റ്. ഗുഡ് ബൈ. നിൽക്ക. നിന്റെ ഫ്രണ്ടിന് എന്നെ കിട്ടണമെന്ന് കരുതി നുണ പറഞ്ഞ് എന്റെ കല്യാണം നിർത്തി. ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തി. സാരമില്ല, ഇനി എന്റെ കഴുത്തിൽ താലി വീഴണമെങ്കിൽ അത് നിന്റെ ഫ്രണ്ടിന്റെ കൈകൊണ്ടായിരിക്കും. അത് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ല, അവനെ വെച്ച് നിന്നോട് പ്രതികാരം തീർക്കാനാ. Count your days. Count your days.